ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനും ഗീതുവും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഗോവിന്ദനോട് രാധികാമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗീതു പറയുക. പക്ഷേ രാധികാമ്മയെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ രാധികാമ്മ തന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് വിശ്വസിക്കാനോ ഗോവിന്ദൻ തയ്യാറായില്ല. ഗോവിന്ദന് തൻ്റെ രാധികാമ്മയെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് രാധികാമ്മ അങ്ങനെയൊന്നും പറയത്തില്ലെന്നാണ് ആശാൻ പറയുന്നത്. എന്തായാലും ഗീതു ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിഷോറിൻ്റെ അമ്മായച്ചനും ഭാര്യയും കൂടി വിളിച്ച് ഗോവിന്ദനോട് സഹായം അപേക്ഷിച്ചു. സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോഴോ തന്നാൽ കഴിയുന്ന രീതിയിൽ വേണമെങ്കിൽ കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കാം, മറിച്ച് വേറൊരാളുമായിട്ട് അല്ലെങ്കിൽ മുൻനിർത്തി ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചതിനൊരു തീർപ്പുണ്ടാക്കാനൊന്നും തന്നാൽ കഴിയില്ലെന്നുള്ള കാര്യം ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു. ഗോവിന്ദൻ ഇത് പറയുന്നത് കേട്ടപ്പോഴേക്കും അവരുടെ അവസാനത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരിക്കലും പറയരുത് ഗോവിന്ദ്, പ്ലീസ്. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി തരണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കഴിയില്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ, അല്ലാതെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഗോവിന്ദ്, ഞങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും പറയില്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഗോവിന്ദ്, അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ അങ്കിളിന് എൻ്റെ അവസ്ഥ അറിയാമല്ലോ, എനിക്ക് കൂടുതലായിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്കിളിൻ്റെ മരുമകൻ്റെ കാര്യങ്ങളൊക്കെ അങ്കിൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നോട് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗോവിന്ദ് ഇവരെ സഹായിക്കാതെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോൾ ഇത് കേട്ട് നിന്ന് നമ്മുടെ ഗീതുവിന് ഒത്തിരി സന്തോഷമായി. കാരണം ഈ അവർണിക ആരാണെന്നും അതുപോലെ ഗോവിന്ദൻ അറിയാതെ പോയ പല രഹസ്യങ്ങളും നമ്മുടെ ഗീതുവിന് അറിയാം. അതായത് കിച്ചു എന്ന് പറയുന്നത് കിഷോറാണെന്നും ഈ കിഷോറാണ് അവർണികയുടെ ഭർത്താവെന്നും ഇതൊന്നും നമ്മുടെ ഗോവിന്ദൻ അറിയില്ല. എന്തായാലും ഇങ്ങനെ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ സഹായിച്ചേനെ, പക്ഷെ ഇപ്പം എന്നെക്കൊണ്ട് ഒരു നിവൃത്തിയില്ലെന്നും പറഞ്ഞാൽ ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യണത്. അങ്ങനെ ഗോവിന്ദ് ആ ഒരു കാര്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പം എല്ലാം തന്നോട് പറയണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല കേട്ട സ്ഥിതിക്ക് ഞാൻ ചോദിച്ചെന്നതേ ഉള്ളൂ, സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് യാതൊരു നിർബന്ധം ഇല്ല എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുക. അതും കഴിഞ്ഞ് ഗീതു ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ ഗീതുവിനോട് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്, ചോദിച്ച സ്ഥിതിക്ക് പറയണ്ടേ, അപ്പോൾ പിന്നെ ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആശാൻ അങ്ങ് പറയണു. അതിപ്പോൾ വേറെ ഒന്നുമല്ല, അവിടെ അവർണികയുടെയും അവരുടെ കമ്പനിയും എന്തൊക്കെയോ പ്രശ്നങ്ങളും അവരുടെ മരുമകൻ കാരണമൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു എന്താ കേൾക്കാൻ നിന്നിട്ട് കേൾക്കാൻ താല്പര്യമില്ലേന്ന് ചോദിച്ചു. അവരുടെ കമ്പനിക്ക് പ്രശ്നം ഉണ്ടായതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് ഗീതു എന്നിട്ടതിങ്ങനെ ലാഘവത്തോടെ എടുക്കുക. അപ്പോൾ ഗീതു ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ഇത് തന്നെയാണ് നിന്നോട് ഞാനിതൊന്നും പറയാതിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇതൊന്നും കേൾക്കാനുള്ള താല്പര്യം ഇല്ലെന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദനും കയറി അങ്ങ് കിടന്ന സമയത്ത് നമ്മുടെ ഗീതു ഇവിടെ കിടക്കും. ഗീതു നിലത്ത് തന്നെ കിടക്കാൻ. അപ്പോൾ ഇത്രയും കാലം ഗോവിന്ദൻ്റെ കൂടെ കട്ടിലിൻ്റെ ഒരു സൈഡിൽ കിടന്ന ഗീതുവിനെ ഇനി മുതൽ അങ്ങനെ കിടക്കാൻ താല്പര്യമില്ല. ഗീതു പറഞ്ഞു, ഞാൻ സ്ഥലം മാറി കിടന്നോളാം, എനിക്ക് കട്ടിലേ കിടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിന്നെ ഞാനേ കട്ടിലേ കിടത്താനൊന്നും പോകുന്നില്ല, ആര് പറഞ്ഞു നിന്നെ കട്ടിലേ കിടത്തുമെന്ന്, മാറി നിൽക്കണി അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് കട്ടിലേ കയറി അങ്ങ് കിടന്നു, നീണ്ടു നിവർന്ന് അങ്ങ് കിടന്നു. ഗീതു വന്നിട്ട് അങ്ങോട്ട് മാറി കിടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ് രാധികാമ്മ പറയണ കാര്യങ്ങൾക്ക്, രാധികാമ്മയെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ ഒരു തടപ്പോരിടാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഗീതു ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഗീതു മനസ്സിന് ധൈര്യം ആർജിച്ചെടുക്കുക. ആ മേഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മെമ്മറിയിൽ കിടപ്പുണ്ടല്ലോ, അതൊക്കെ വെച്ച് ധൈര്യം ആർജിച്ചെടുത്തുകൊണ്ട് രാധികയ്ക്കെതിരായി നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇന്നലത്തേക്കാൾ 10 ഇരട്ടി ശക്തിയോടുകൂടിയാണ് രാവിലെ എഴുന്നേറ്റ് വരുന്ന ഗീതുവിന് രാധികയെ ഫേസ് ചെയ്തേ പറ്റൂ, അതുപോലെ ഗീതുവിനെ രാധികയ്ക്ക് ഫേസ് ചെയ്തേ പറ്റൂ. അമ്മയും മോനും കൂടെ ഗൂഢാലോചനയായിട്ടൊരു മൂലയ്ക്ക് പോയി നിൽക്കുവാണ്. ഗീതുവായിട്ട് ഇനി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗീതുവിനെ എങ്ങനെ ആ ഒരു ഇതിൽ നിർത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം അവൾ നമ്മൾക്ക് മേലെ തല പൊക്കുമ്പം അതിൻ്റെ മീതെ നമ്മൾ തല പൊക്കണം, എങ്കിൽ മാത്രമേ അവളുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽപ്പുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മകൻ ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ ഗീതുവിനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് മാനസികമായി തകർത്ത് കഴിഞ്ഞാൽ ഗീതു തീർച്ചയായിട്ടും തളർന്നു പോകുമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ തന്നെ ചെയ്യാമെന്ന് അമ്മയും മോനും കൂടെ ഇങ്ങനെ പരസ്പരം ധാരണയിലൊക്കെ എത്തുന്നു. ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്ന ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴോ അമ്മയും മോനോട് സംസാരം അങ്ങ് നിർത്തി. അപ്പോൾ ഗീതു ചോദിച്ചു, എന്താ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സംസാരം നിർത്തിയത്, എന്താ അമ്മയും മോനും കൂടെ പുതിയ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, അതിപ്പോൾ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞു രാധിക. അത് കേട്ടപ്പം അതെ, ഇന്നലത്തെ പോലെ വല്ല പ്രയോഗങ്ങളും എൻ്റെ നേർ പ്രയോഗിക്കാനാണെങ്കിൽ ഇനി അത് ഏശാൻ പോകുന്നില്ല,
ഞാൻ പിഴച്ചവളാണെന്നോ അന്യൻ്റെ കൂടെ കഴിഞ്ഞവളാണെന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇനി അതൊന്നും എൻ്റെ അരികിൽ ഏക്കുകയല്ല. അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അതിനുശേഷം എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നിങ്ങളുടെ വേഷം കെട്ടുമായിട്ട് നിങ്ങൾ എൻ്റെ അരികിലെങ്ങാനും വന്നാൽ എൻ്റെ തനി നിറം എന്താണെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ കളികളൊക്കെ അവസാനിക്കാറായി രാധികാമ്മേ. ഇനി അധികം നാൾ നിങ്ങൾ ഇതുപോലെ കിടന്ന് കളിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഞാൻ കളിപ്പിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, വിരളിൽ എണ്ണിക്കോ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ തനി നിറം എന്താണെന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു രാധികയെ വെല്ലുവിളിക്കുക. രാധികയ്ക്ക് മുന്നിൽ ഗീതുവിൻ്റെ ആ ഒരു നിൽപ്പും പ്രൗഢിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാധികയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. ദൈവമേ, മൂർഖനെയാണോ ചവിട്ടിയത് എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചങ്ങ് കഴിഞ്ഞപ്പോൾ വരുണിനോടും ഇതേ താക്കീത് എന്നുള്ള രീതിയിൽ പറയാതെ നമ്മുടെ ഗീതു പറഞ്ഞു, ഒരുത്തൻ്റെ ഒരു കളിയും ഇനി AGM ഗ്രൂപ്പിലോ അറയ്ക്കൽ തറവാട്ടിലോ നടക്കില്ല. അതിനെ ഗീതു ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്ന്. അങ്ങനെ ഗീതു ഈ ഭീഷണിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മകനും കൂടി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവളെ ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല, അവളെ എത്രയും പെട്ടെന്ന് തീർത്ത് കളയണം, അവൾ ജീവനോടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആപത്താണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഇവർ തമ്മിൽ ഈ ഒരു ധാരണയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ പ്രിയമോൾ അവിടെ നല്ല പണിയാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ പ്രിയയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ ഒരു വിവാഹം എന്നുള്ള കാര്യം പ്രിയയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഭദ്രനെയും വിലാസിനിയെയും എടുത്തിട്ട് പൊരിക്കാൻ. എല്ലായിടത്തും അമ്മായിമ്മ പോരെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് നേരെ മറിച്ചായി. മരുമകൾ പോരായി, അടിക്കുന്നു, വാരുന്നു, തുടയ്ക്കുന്നു, ആട്ടുകല്ലിലിട്ട് അരപ്പിക്കുന്നു, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. ഗർഭിണിയായ പെണ്ണിന് പല പല ആഗ്രഹങ്ങളുണ്ട്, പല പല ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അമ്മായിമ്മയെയും അമ്മായച്ചനെയും കൊണ്ട് സാധിപ്പിച്ചെടുക്കുക നമ്മുടെ പെണ്ണ്. അങ്ങനെ അവിടെ രസകരമായ രീതിയിൽ ഈ ഒരു പരിപാടികളും കാര്യങ്ങളും നടക്കുമ്പോൾ തൻ്റെ പരാതിയുമായിട്ട് അച്ഛനും അമ്മയും നേരെ മകൻ്റെ അടുത്തേക്ക് ചെന്നു. ഏതും പോരാത്ത വിനോദിൻ്റെ അടുത്തേക്ക്. വിനോദിൻ്റെ അടുത്ത് നിന്നിട്ട് എന്താ കാര്യം, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്നാലും രണ്ടുപേരും കൂടി അങ്ങ് ചെന്നു കേട്ടോ. ഞങ്ങൾക്ക് വയ്യടാ, ഞങ്ങളുടെ നടുവൊടിഞ്ഞടാ, ഇനി അതാടാ ഇതാടാ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ, അതെ പറ്റുന്ന പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഇത് പറ്റില്ല അല്ലെങ്കിൽ അത് പറ്റില്ല എന്നൊന്നും പറഞ്ഞൊന്നും ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ പണിയെടുത്ത് തന്നെ ജീവിക്കണം, അതിനപ്പുറം മറ്റൊന്നുമില്ല കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ മകൻ ഉപദേശിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം നല്ല പോലെ കലങ്ങി മറിഞ്ഞ് നല്ല ഇതായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് രാധികയുടെ പിറകെ ഒരു നിഴലിനെ പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേഡം. വിജയലക്ഷ്മി മേഡത്തിൻ്റെ ഓരോ വാക്കുകൾക്കപ്പുറത്തും രാധികയെന്ന് പറയുന്ന ആ ഒരു വൻ വൃക്ഷത്തിൻ്റെ ഓരോ ശിഖരങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു. തന്നെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി രാധികയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാധികയ്ക്ക് താല്പര്യമില്ല പോകാനായിട്ട്. ഞാൻ വിളിക്കുന്നിടത്ത് ഞാൻ വിളിക്കുന്ന സമയത്ത് നീ വരും, നീ വന്നിരിക്കും, നിന്നെ വരുത്താൻ എനിക്ക് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പുള്ളിക്കാരിക്ക് പോകാമെന്നായി. കാരണം പോയില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പേടി, ആ പേടി കൊണ്ട് പുള്ളിക്കാരി നേരെ നമ്മുടെ മേഡത്തെ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ തലയെടുപ്പോടുകൂടി സർവാധികാരിയായിട്ട് ആ ഒരു വരവും ആ ഒരു നിപ്പും ഒക്കെ കണ്ടപ്പം ഇത്രയും നാളും പ്രൗഢിയോടുകൂടി നിന്ന രാധിക വെറും പുഴുവായിപ്പോയി. അങ്ങനെ പുഴുവിനെ പോലെ നിന്നുകൊണ്ട് വരുന്ന മേഡത്തിനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. വിജയലക്ഷ്മി ആണെങ്കിൽ തൻ്റെ ഉള്ളിലായ പക മുഴുവൻ മുഖത്തിങ്ങനെ കൊണ്ടുവന്ന് എരിഞ്ഞമരുന്ന കണ്ണുകളുമായിട്ടാണ് ഇറങ്ങി വരുന്നത് രാധികയുടെ മുന്നിലേക്ക്. രാധിക ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് അവരിറങ്ങി വന്നിട്ട്, നിൻ്റെ കളികളൊക്കെ അവസാനിച്ചു രാധികയെ. ഇത്രയും കാലം കളിക്കളത്തിൽ നിന്ന് നീ കളിച്ചു, ഇനി നിനക്ക് തോൽവിയുടെ നാളുകളാണ്. നിൻ്റെ തോൽവിക്കുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, നീ കാത്തിരുന്നോളാനൊക്കെ പറഞ്ഞുകൊണ്ട് രാധികയെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ രാധിക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചു കേട്ടോ. പുള്ളിക്കാരുടെ അടുത്ത് നാവെടുത്ത് ചലിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എല്ലാവരോടും കാണിക്കുന്നത് പോലെ ഷോ ഇറക്കാനോ സാധിക്കില്ല. കാരണം കള്ളത്തരത്തിൻ്റെ കൂടാരമാണ് ഈ പറയുന്ന രാധിക. അതുകൊണ്ട് തന്നെ രാധികയ്ക്ക് പേടിച്ചിട്ട് ഒരു രക്ഷയില്ല, ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ രാധികയെ എല്ലാം കൊണ്ടും എന്താ പറയുക കൂച്ചുവിലങ്ങിട്ടിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ മേഡം. വിജയലക്ഷ്മി പറയുന്ന ആ ഓരോ കാര്യങ്ങളും ഇനി കേൾക്കുക മാത്രമല്ല, അവരുടെ വിരൽത്തുമ്പിലെ അവർ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന വെറും പാവയായി മാറുകയാണ് ഈ പറയുന്ന നമ്മുടെ രാധിക. ഇനി അവർ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും. ആ രീതിയിലൊക്കെ പുള്ളിക്കാരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഗീതുവും വിജയലക്ഷ്മി ഒരു കലക്കും അറക്കൽ തറവാട്ടിൽ.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.